ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 38 ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ഹെയർ പാക്കാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ടാമറിൻ്റെ പൾപ്പ്, ഓക്കെ, പുളിയുടെ ഒരു രസമാണ്, പിന്നെ വെളിച്ചെണ്ണയാണ്. ഓക്കെ, നിങ്ങൾക്ക് വെളിച്ചെണ്ണ സെറ്റായില്ലെങ്കിൽ ആവണക്കെണ്ണ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ കാച്ചിയ എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു മിശ്രിതം ഹെയർ ഗ്രോത്തിനും പിന്നെ മുടിക്കൊഴിച്ചിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും പിന്നെ പുതിയ മുടി വളരാനും ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാൻ തലയോട്ടിൽ മാത്രം ഇത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ മുടിയിലത്തെ കെട്ടൊക്കെ മാറ്റിയിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇത് തടവി കൊടുക്കാം. നിങ്ങൾക്ക് തിക്ക് പൾപ്പ് എടുത്തിട്ട് തലയോട്ടിൽ തേക്കാവുന്നതാണ്. ഇത് മെയിൻ താരന് പ്രശ്നമുള്ളവർ, അതായത് എന്ത് തന്നെ തേച്ചാലും താരൻ വീണ്ടും വീണ്ടും വരുന്നവർക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഹെയർ ഗ്രോത്തിനും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ കയ്യിലെടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾ ബാത്റൂമിൽ വെച്ചിട്ട് വേണം ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് വെക്കാനായിട്ട്. ഓക്കെ, ഞാൻ വീഡിയോന് വേണ്ടിയിട്ടാണ് ഇത് റൂമിൽ വെച്ച് എടുക്കുന്നത്. മെയിനായിട്ട് ഇത് ഇച്ചി സ്കാൽപ്പ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ആകും. ഓക്കെ, കുരുക്കൾ വേറെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്താൽ മതി, പിന്നെ മന്ത്ലി വൺസ് യൂസ് ചെയ്താലും മതിയാവും. ആഴ്ചയിലെന്ന് പറയുമ്പോൾ എവറി വീക്ക് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മാസത്തിലൊരിക്കൽ പിന്നെ ഏതെങ്കിലും ഒരാഴ്ചയിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ തലയൊട്ടിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ എണ്ണ കലക്കിയതുകൊണ്ട്, അതായത് വെളിച്ചെണ്ണ എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് മുടിയിലും തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഏത് ഹെയർ പാക്ക് ആയാലും നിങ്ങൾക്ക് മെയിനായിട്ട് ഈ മുടി ഇല്ലാത്ത ഭാഗത്ത്, അതായത് നെറ്റിക്കയറുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ആ സ്ഥലത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ടാണ് വെക്കേണ്ടത്. നിങ്ങൾക്ക് എപ്പോഴും ഹെയർ കെയറിൽ എപ്പോഴും സ്കാൽപ്പ് മസാജ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അത് സ്കാൽപ്പ് മസാജിലൂടെ എന്താവുമെന്ന് വെച്ചാൽ നമുക്ക് തലയോട്ടിയിലത്തെ ഇൻഫെക്ഷൻസ് മാറാനും സഹായിക്കും, പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സഹായിക്കും. പിന്നെ സ്കാൽപ്പ് മസാജിലൂടെ എന്താവുമെന്ന് വെച്ചാൽ സ്കാൽപ്പ് ഹെൽത്തി ആയിട്ടിരിക്കും. ഓക്കെ, ഇൻഫെക്ഷൻസ് ഇല്ലാണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇത് ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, തലയൊട്ടിയിൽ ഇങ്ങനെ സർക്കുലർ മോഷനിലാണ് നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കേണ്ടത്. പിന്നെ 15 മിനിറ്റ്സ് ഒന്ന് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ,
ഞാൻ ബാൻഡ് ഇട്ടിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇത് റെഗുലറായി യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് മന്ത്ലി വൺസ് മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രം തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. പിന്നെ ഇത് ഇച്ചിനെസ്, സ്കാൽപ്പിൻ്റെ ഇച്ചിനെസ് കുറയ്ക്കും, താരൻ മാറ്റും, മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും, പിന്നെ മുടി വളർച്ചയ്ക്കും ഇത് സഹായിക്കുന്നതാണ്. ഓക്കെ, പിന്നെ പുതിയ മുടി ഇഴകൾ വരാനും ഇത് സഹായിക്കുന്നതാണ്, ഹെയർ ഫോളിക്കിൾസ്. അപ്പോൾ മെല്ലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആദ്യമായിട്ട് തന്നെ ഞാൻ ടാമറിൻഡിനെ പറ്റിയിട്ട് ഒരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാവുന്നതാണ്. നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ സ്കാൽപ്പിൽ. അപ്പം ഞങ്ങൾക്ക് രക്തയോട്ടം നടക്കുന്നത് നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നന്നായി മസാജ് ചെയ്താൽ മാത്രമേ സ്കാൽപ്പ് ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ. പിന്നെ ബേബി ഹെയർസ് വരാനും പുതിയ ഹെൽത്തി ആയിട്ടുള്ള ഹെയറൊക്കെ കിട്ടാനും ഇത് ഞങ്ങൾക്ക് സഹായിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നന്നായി വെള്ളം കുടിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സീസണൽ ഫ്രൂട്ട്സ് എന്ത് കിട്ടുമോ അത് എടുക്കുക. പിന്നെ വെജിറ്റബിൾസും നന്നായി കഴിക്കാൻ നോക്കേണ്ടതാണ്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ ഈ ഒരു ചാലഞ്ചിൽ ചെയ്യേണ്ടത്. ഈ ഒരു 38th ഡേ ചെയ്യാനുള്ളത് ഈ ഒരു ഹെയർ കെയർ റെമഡിയാണ്. പിന്നെ എന്ന് പറയാനുള്ളത്, നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ വീഡിയോസും ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോസ് ആവുന്നത്ര ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. പിന്നെ ഞാൻ എപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തടുത്തായിട്ട് തന്നെ നല്ല വീഡിയോസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.